ഹലോ! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റേസ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാനായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഹെയർ കെയർ ചലഞ്ച് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ. സോ സെക്കൻഡ് ഡേ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സെക്കൻഡ് ഡേ ഹെയറിന് ഫ്രീ ആയിട്ട് വിട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രൈ ചെയ്യുന്നത്. സോ അത് എങ്ങനെ ഇരിക്കും, അതിന് എന്തെങ്കിലും ഡ്രോബാക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ലോങ് ടൈം ഫസ്റ്റ് ഡേ എൻ്റെ ഹെയറിൽ ആ ഒരു പാക്ക് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് നേരം വെച്ചാൽ നമ്മുടെ ഹെയർ ഡ്രൈ ആകും. മാത്രമല്ല ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ അൺഹെൽത്തി കണ്ടീഷനിൽ ഇരുന്നൊരു ഹെയറിലേക്കാണ് അപ്ലൈ ആക്കിയത്. സോ ഏതൊരാൾക്കും ഏതൊരു ടൈമിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ കെയർ ചലഞ്ചാണിത്. അതിന് കാര്യം ഞാൻ എന്നെ തന്നെ പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിൽ തന്നെയാണ് ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലും ഡ്രോബാക്ക് കാര്യങ്ങൾ തോന്നിയാൽ ഞാൻ ഓൺ ദ സ്പോട്ട് പറയും കേട്ടോ. സോ അതുകൊണ്ട് ഒരുപാട് രീതിയിലാണ് ഞാൻ പരീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ ഹെയറിനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് ഡേ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു 50% നമുക്ക് ഡെയിലി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹെയറിലെ ജടയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക, നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പ് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക, പറ്റുമെങ്കിൽ ബാലായാമം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു 50% കഴിഞ്ഞു ഗൈസ്. പിന്നെ ബാക്കിയാണ് നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന ഈ ഹെയർ കെയർ പാക്കുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊന്നും കൊടുത്തില്ലെങ്കിൽ കൂടി നമുക്ക് ഹെയറിനെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ, പ്രോപ്പറായിട്ട് നമ്മളതിനെ കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തെ ദിവസം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ജടയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, ഒരു ജെൻറ്റൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ അപ്ലൈ ആക്കുകയാണ് കേട്ടോ. ഓയിൽ എന്തിനാണ് അപ്ലൈ ആക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ഡേയിലെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെക്കൻഡ് ഡേ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആണെങ്കിലും ഫ്രിസി ആയിട്ടില്ല, ഡ്രൈ ആൻഡ് സോഫ്റ്റ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു എനിക്ക് എൻ്റെ ഹെയർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും ഞാൻ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയറിനെ ഒന്ന് കെയർ ചെയ്തിട്ട്. എന്നിട്ട് കൂടി എനിക്ക് അത്രയും ഒരു ഫ്രിസിനെസ് ഇല്ലാതെ ഡ്രൈ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിൽ എനിക്ക് കിട്ടിയെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും നല്ലതാണ്, ഹെയർ കെയറിന് നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു 1 വീക്ക് ചലഞ്ചായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടാക്കിയത്. സോ തേർഡ് ഡേ നമ്മൾ ഫസ്റ്റ് ജടയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഹെയർ ഒന്ന് കെട്ടി വെച്ചേക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും എല്ലായിടത്തും നമ്മൾ ചീകുമല്ലോ, ഹെയർ ഓയിൽ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചീക്കി കൊടുക്കുമല്ലോ, അപ്പോൾ ഓയിൽ എല്ലായിടത്തും നന്നായിട്ട് എത്തും കേട്ടോ. ചീകാൻ മറക്കരുത്, ഒരുപാട് നേരം ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് വേണം കെട്ടി വയ്ക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാലായാമം ചെയ്ത് കൊടുക്കാം. ബാലായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു യോഗയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാൻ തോന്നും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം കേട്ടോ. സോ ഇത്രയും സ്പീഡിലൊന്നും ചെയ്യണത് വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ബാലായാമം കൂടി ചെയ്യാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ അങ്ങനെ വെച്ചേക്കണം കേട്ടോ ഹെയർ. അതിനുശേഷം ഒരു ഗ്ലൗസ് കയ്യിലിട്ടാൽ അത്രയും നല്ലത് കേട്ടോ. കാര്യം ഞാൻ ഫസ്റ്റ് ഡേ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ കൈ മൊത്തം നല്ല രീതിക്ക് കളറായിട്ടുണ്ടായിരുന്നു. സാധാരണ മൈലാഞ്ചി അപ്ലൈ ചെയ്താൽ പോലും എൻ്റെ കയ്യിൽ കളറാകില്ല, ബട്ട് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത ടൈമിൽ എൻ്റെ കൈ നല്ല ഓറഞ്ച് നിറത്തിലായിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പുറത്തൊക്കെ പോകാനുള്ളതല്ലേ, സോ അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഒരു പ്ലാസ്റ്റിക് കവർ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ, ആ ഒരു കവർ ഇടാം, നമ്മളൊരു ഇതിന് വേണ്ടി, ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ്. പിന്നെ കളറാവുന്നൊന്നും വിഷയമില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് അപ്ലൈ ആക്കാം കേട്ടോ. എനിക്ക് ആദ്യത്തെ ദിവസം ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഒട്ടും തന്നെ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മെഹന്തി പാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ആ ഒരു സെയിം പാക്ക് തന്നെ, അതായത് നമ്മുടെ മൈലാഞ്ചിയിലയും അതുപോലെ തന്നെ നല്ല തിളപ്പിച്ചെടുത്ത തേയില വെള്ളവും കൂടി ചേർത്തരച്ചാണ് ആ ഒരു മൈലാഞ്ചി ഇല. സോ ആ ഒരു പാക്ക് നമ്മളൊരു ഇരുമ്പ് പാത്രത്തിൽ ഇട്ടിട്ടാണ് സൂക്ഷിച്ചോട്ടോ. ഓവർനൈറ്റ് വെക്കുക. എന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ, അതിനകത്ത് ആ ഒരു ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അതിനകത്തേക്ക് ഇറങ്ങാനായിട്ടാണ്. സോ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ അപ്ലൈ ചെയ്യുക. ഇനി ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഒരു 2 ഇരുമ്പാണി ഇടുക കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒന്നും ആണിയൊന്നും ഇടണ്ട, ഇരുമ്പാണി ഇടുക. തുരുമ്പെടുത്ത ആണിയൊന്നും ഇടാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നോക്കിയതാണ്. മാത്രമല്ല അയൺ കണ്ടൻറ്റ് കിട്ടുമെന്ന് ഞാൻ പണ്ടെപ്പോഴും ഇതുപോലെ
എനിക്ക് ആരോ പറഞ്ഞു തന്നതോ വീഡിയോയിൽ എന്തോ കണ്ടതാണ് പണ്ടെപ്പോഴും. സോ അത് ഞാൻ ഒന്ന് ട്രൈ ആക്കി നോക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെന്തിലും ടിപ്പിലും എല്ലായിടും അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുക. അതിനുശേഷം ഹെയർ ക്യാപ്പ് ഇടുക. ഒരു 20 മിനിറ്റൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ്. ഒരു 15-20 മിനിറ്റൊക്കെ മാക്സിമം വെക്കാൻ നോക്കുക കേട്ടോ. കുറഞ്ഞ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. പിന്നെ ഒരുപാട് നേരം തലയിൽ വെക്കാൻ പറ്റാത്തവർ ഒരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് മാത്രം വാഷ് ഔട്ട് ചെയ്ത് കളയുക. 20 മിനിറ്റ് കൂടുതൽ വെക്കാൻ പറ്റുന്നവർ ഹാഫ് ആൻ അവറൊക്കെ വെക്കാൻ പറ്റുന്നവർ അത്രയും ടൈമൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും മതി. പിന്നെ നമ്മുടെ മൈലാഞ്ചിയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. നമ്മുടെ അകലം നര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. തിക്ക് ഹെയർ ആക്കാൻ സഹായിക്കും. ഫോളിക്കിളിന് സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. ഒരുപാട് നേരം വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകുന്നത്. സോ ഈ എന്താ പറയുക, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതായത് ഹെയർ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല കണ്ടീഷനിൽ തന്നെ ഹെയർ കിടക്കും. ഹെയറിനെ നല്ല സിൽക്ക് ആൻഡ് സ്മൂത്ത് ആക്കാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ലൊരു കണ്ടീഷനിൽ കിടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.